ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കേരള സംസ്ഥാനത്തിൽ CPM നേരിടുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഒരു പ്രതിസന്ധി എന്ന് വെച്ചാൽ ഒന്നല്ല, ഒരുപാട് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം കാരണക്കാർ അവർ തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതനുസരിച്ച് ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങളും വിഷയങ്ങളും CPM നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു പ്രധാന പ്രശ്നമാണ് പാലക്കാട് ഇന്നലെ മുൻ MLA PK ശശി, KTDC ചെയർമാനൊക്കെ ആയിരുന്നു അയാൾ. അന്നേരം പുള്ളിക്കാരൻ സമയത്ത് ആ പാർട്ടി വിട്ട് പുറത്ത് പോയി അവരുടെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് വലിയൊരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് ഇന്നലെ ഒമ്പനൊരു പരിപാടിയൊക്കെ അവർ നടത്തി. അത് കഴിഞ്ഞൊരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് ചാനലിലെല്ലാം വരുന്നു PK ശശിയെ പുറത്താക്കി, CPM പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനമൊക്കെ, ഒരു എന്താ പറയണ്ട, ഒരു ന്യായീകരണങ്ങളൊക്കെ നമ്മൾ കണ്ട്. അതിപ്പോൾ എല്ലായ്പ്പോഴും ഇവർ അങ്ങനെ ചെയ്യുന്നത്. കാര്യം PK ശശി പുറത്ത് പോയ സമയത്ത് വിളിച്ചു കൂട്ടിയ ഈ പരിപാടിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഈ പാർട്ടിക്ക് CPM-നെതിരെ അദ്ദേഹം ആരോപിച്ചു. ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെളിവ് സഹിതമാണ് പുള്ളി പറഞ്ഞത്. PM ആർഷയെക്കുറിച്ചൊക്കെയാണ് ഒരുപാട് പറഞ്ഞേക്കുന്നത്. കാര്യം എറണാകുളത്ത് നിന്ന് വന്ന നേതാവിനെക്കുറിച്ചും അയാളുടെ കഞ്ചാവടിയെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ DFIയുടെ യൂത്ത് സെൻറ്ററിൻ്റെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ, കാരണങ്ങൾ സഹിതം അല്ലെങ്കിൽ തെളിവുകൾ സഹിതം PK ശശി പറയുകയുണ്ടായി. അപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന എല്ലാ നേതാക്കന്മാരും ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഇനിയും എത്രയോ നേതാക്കന്മാർ, ഇപ്പോൾ പാർട്ടിക്കുള്ളിലുള്ള എത്രയോ നേതാക്കന്മാരുടെ ഉള്ളിൽ എന്തൊക്കെ വിഷയങ്ങൾ അന്നേരം കാണും, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. അതുപോലെ തന്നെയാണ് ഈ പുറത്ത് പോയതിന് ശേഷം PM ആർഷോ ഇന്നലെ FB-യിൽ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത് PK ശശിക്കെതിരെ. കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് കേട്ടേക്കുന്നത്. പക്ഷേ അയാൾ അങ്ങനെ ഇട്ടെങ്കിൽ പോലും കുറച്ച് താഴോട്ട് FB വായിക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റും PK ശശിയെക്കുറിച്ച് PK ശശി കാണിച്ചിട്ടുള്ള സകല തെണ്ടിത്തരങ്ങളും, ഉള്ളതും ഇല്ലാത്തതും എല്ലാം ആർഷോ അത് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട് പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് ഒരു പ്രവർത്തകൻ PK ശശി ആ പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലൊരു പ്രവൃത്തി കാണുകയും ആ പ്രവർത്തകൻ്റെ ഭാര്യയുടെ കൂടെയാണ് PK ശശിയെ കണ്ടത്. അങ്ങനെ ആ പ്രവർത്തകൻ മരിക്കുക, അത് വലിയ വിവാദമൊക്കെ ആയിരുന്നു. ചാനലൊക്കെ വന്നതാണ്. ആ പ്രവർത്തകർ ആത്മഹത്യയൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ ആ DYFIയുടെ ഒരു വനിതാ നേതാവ് PK ശശിക്കെതിരെ പരാതി കൊടുക്കുകയും അതും ഭയങ്കര വിവാദമായതാണ്. കാര്യം ആ പരാതി സ്വീകരിച്ചിട്ട് CPM എന്താ ചെയ്തത്? PK ശശിയെ ന്യായീകരിക്കുകയും ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഇദ്ദേഹത്തിൻ്റെ തീവ്രത അളക്കുകയൊക്കെ ചെയ്ത പരിപാടി. അങ്ങനെയാണ് CPM-ൻ്റെ തീവ്രത ടീമിനെ നമ്മൾ പരിചയപ്പെടുന്നത്. PK ശ്രീമതി അടക്കമുള്ള ആൾക്കാർ, AK ബാലനൊക്കെ ആണല്ലോ ഇവരുടെ തീവ്രത ടീമുകൾ. ഇനിയിപ്പോൾ തീവ്രതയൊന്നും അളക്കണ്ട. ഇനിയിപ്പോൾ PK ശശിയുടെ സകല തെണ്ടിത്തരങ്ങളും കാണിച്ചിട്ടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും CPM തന്നെ പുറത്തുവിടും. അതുപോലെ തന്നെ PK ശശി ഇതിനകത്തുള്ള ആൾക്കാരുടെ സകല ഉടായ്പകളും പുറത്തുവിടും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം, ഇതുപോലൊരു നാറിയ പ്രസ്ഥാനം കേരളത്തിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. കാര്യം ഒരു പ്രസ്ഥാനങ്ങൾക്കും ഇല്ല ഇത്രയും ഇമ്മാതിരി ആരോപണങ്ങൾ. ഈ പറഞ്ഞ ആർഷോ അവനല്ലെങ്കിൽ ഒരു വലിയ ഷോയുടെ ആളാണ്, ഫുൾ ഷോയാണ്, ഭയങ്കര വെല്ലുവിളിയും. കാര്യം ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെയൊക്കെ സംസാരിക്കുന്ന ഇവനെ കണ്ടൊക്കെയാണ് കൊച്ചു നേതാക്കന്മാരും പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കൊച്ചു നേതാക്കന്മാരും നോക്കാൻ നേരുന്നത് ആർഷോ ചേട്ടൻ, DFIയുടെ ആർഷോ ചേട്ടൻ എന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് അവൻ്റെ സംസാരങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ. അല്ല, അതിനവന് കൂലി കിട്ടിയിട്ടുമുണ്ട്. പാലക്കാട് നിന്ന് BJPയുടെ ഇപ്പോഴത്തെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ഏട്ടൻ അവൻ്റെ കരണം പൊളക്കെയാണ് അതിനുള്ള മറുപടി അവന് കൊടുത്തത്. അല്ലെ, ഇവനെപ്പോലുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള മറുപടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ CPM-ൻ്റെ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഈ തുറന്നു പറച്ചിലുകൾ, അവരുടെ ഈ പുറത്താക്കലുകൾ, അവരുടെ ഈ പുറത്ത് പോകൽ, അതിർത്തി പ്രകടിപ്പിക്കൽ, ഇതൊക്കെ ഇവിടുത്തെ മലയാളി സമൂഹം അല്ലെങ്കിൽ ഇവിടുത്തെ ജനസമൂഹം, കേരള സമൂഹം മനസ്സിലാക്കണം. ഇവരത്രത്തോളം പ്രശ്നമാണ്. CPM-ന് ഒരു നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുമ്പ് നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല. പൈസയുടെയും അതുപോലെ തന്നെ പെണ്ണിൻ്റെയും അതുപോലെ തന്നെ മദ്യത്തിൻ്റെയും ലഹരിയുടെയൊക്കെ പുറകെ പോവുകയാണ്. ഈ MV ഗോവിന്ദൻ പറഞ്ഞത്, CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്, അവരുടെ പാർട്ടിയിലെ അല്ലെങ്കിൽ ചുമതലയിരിക്കുന്ന ആരും മദ്യപിക്കത്തില്ലെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ PK ശശി പറയുന്നു ആർഷോ ഫുൾ കഞ്ചാവാണെന്ന്. കഞ്ചാവ് അടിച്ചിട്ട് തോളൽ ചാരി അവന് നിൽക്കാൻ പറ്റത്തുള്ളെന്നാണ് PK ശശി പറയുന്നത്. ആർഷോ പറയുന്നത് PK ശശി സ്കോച്ചിൻ്റെ ആളാണെന്നാണ് ആർഷോ പറയുന്നത്. അന്നേരം ആലോചിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് തുടങ്ങിക്കഴിഞ്ഞു തന്നെ. അപ്പോൾ ഈ ഒരവസ്ഥയിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഭരിക്കാൻ പറ്റിയ വിവരവും വിദ്യാഭ്യാസവുമുള്ള നല്ല MLA-മാരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിലൊരു മാറ്റം വരുത്തരുത്. എന്നും ഇങ്ങനെ പാർട്ടി അടിമകളായി ഇരിക്കാതെ അന്തം കമ്മികളായ ആൾക്കാരെ പോട്ടെ, അവർ പാർട്ടികളായ ആൾക്കാർ അവർ തിരുത്താൻ ഒരുപാട് വർഷം കൊടുക്കും. കാര്യം 10-40 വർഷം എടുത്താലേ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു തിരുത്തലുണ്ടാവും. അതുപോട്ടെ. പക്ഷേ സാധാരണക്കാരായ ജനങ്ങളുണ്ടല്ലോ, സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി ഇങ്ങനെയാണ്, CPM എന്ന് പറയുന്ന പാർട്ടി ഇങ്ങനെയാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി ഈ വരുന്ന ഇലക്ഷനെ നമ്മൾ നേരിടുക. ഇന്ന് ഇത്രയുമേ പറയുള്ളൂ. ഇനിയും പുതിയ സംഭവങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് അതുപോലെ നമ്മൾ കാര്യങ്ങൾ അറിയിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്.
നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണാം. ജയ് ഹിന്ദ്.